ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള സ്ഥിര താൽക്കാലിക നിയമനങ്ങളെ കുറിച്ചിട്ടാണ്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ ആയുർ സാന്ത്വനം പദ്ധതിയിൽ പാലിയേറ്റീവ് നഴ്സ് അലോപ്പതി ഒഴിവിൽ 13 ഉച്ചയ്ക്ക് 2:30 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പാസ്സായിരിക്കണം. നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. BCCPN യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റിൻ്റെ അസൽ പകർപ്പുകളും തിരിച്ചറിയൽ രേഖകളും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ അർബൻ ശിശുവികസന പദ്ധതി ഓഫീസ് പരിധിയിലെ കോർപ്പറേഷൻ സോണൽ സെൻറ്റർ നമ്പർ 1 സൗത്ത് ബസാർ അങ്കണവാടിയിൽ പുതുതായി ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷ് പദ്ധതിയിലേക്ക് ഹെൽപ്പർ തസ്തികയിലേക്ക് വനിതകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഒക്ടോബർ 18 വൈകിട്ട് 5 മണിക്കകം കണ്ണൂർ അർബൻ ശിശുവികസന പദ്ധതി ഓഫീസിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന് കീഴിലുള്ള തളിപ്പറമ്പ് കരിമ്പം ഫാമിൽ കാഷ്വൽ ലേബറർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തളിപ്പറമ്പ്, പന്നിയൂർ, കുറുമാത്തൂർ വില്ലേജുകളിൽ സ്ഥിര താമസക്കാരായ 18-നും 41-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 15-നകം തളിപ്പറമ്പ് ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, മിനി സിവിൽ സ്റ്റേഷൻ, തളിപ്പറമ്പ് എന്ന വിലാസത്തിൽ ലഭിക്കും. അടുത്തത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പുരുഷ തെറാപ്പിസ്റ്റിൻ്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. 1 വർഷത്തെ DME അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സാണ് യോഗ്യത. താല്പര്യമുള്ളവർ അപേക്ഷയും സർട്ടിഫിക്കറ്റിൻ്റെ അസലുമായി ഒക്ടോബർ 13 രാവിലെ 11 മണിക്ക് കൽപ്പറ്റ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നടക്കുന്ന വാക്കിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. പ്രായപരിധി 50 വയസ്സ് കവിയരുത്. ഇവരുടെ അഭാവത്തിൽ 60 വയസ്സ് കവിയാത്ത റിട്ടയേർഡ് തെറാപ്പിസ്റ്റിനെയും പരിഗണിക്കുന്നതാണ്. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഓവർസിയർ തസ്തികയിൽ കരാർ നിയമനത്തിന് ഒക്ടോബർ 15 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖം നടത്തും. യോഗ്യത BTech സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 3 വർഷ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ 2 വർഷ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സർട്ടിഫിക്കറ്റാണ്. താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 23 ഗവൺമെൻറ് ITIകളിൽ 2025-26 അധ്യയന വർഷത്തിൽ എംപ്ലോയബിലിറ്റി സ്കിൽ വിഷയം പഠിപ്പിക്കുന്നതിന് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നുണ്ട്. MBA അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷത്തെ പരിചയവുമാണ്. DGT സ്ഥാപനങ്ങളിൽ നിന്ന് എംപ്ലോയബിലിറ്റി സ്കിൽസിൽ ഹ്രസ്വകാല TOT കോഴ്സ്, ഡിപ്ലോമ തലത്തിലോ അതിനു മുകളിലോ ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ബേസിക് കമ്പ്യൂട്ടർ എന്നീ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം ഒക്ടോബർ 14 രാവിലെ 10 മണിക്ക് കോഴിക്കോട് എലത്തൂർ ഗവൺമെൻറ് ITയിൽ വെച്ച് നടക്കുന്ന വാക്കിൻ്റെ ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാവണം. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. മെഡിസെ പദ്ധതിക്ക് കീഴിൽ 6 മാസം കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡൊമസ്റ്റിക് നഴ്സിംഗിൽ VHSC അല്ലെങ്കിൽ തത്തുല്യം, BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗും സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് 3 വർഷത്തിൽ കുറയാത്ത മിഡ്വൈഫറി കോഴ്സ്, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത വരുന്നത്. പ്രായം 18 മുതൽ 36 വരെയാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ 15 രാവിലെ 11 മണിക്ക് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക. രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ 10:30 മുതൽ 11 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ തൃത്താല ശിശുവികസന പദ്ധതി ഓഫീസ് പരിധിയിൽ വരുന്ന നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിൽ അങ്കണവാടി ഹെൽപ്പർ തസ്തികയിൽ സ്ഥിര നിയമനത്തിന് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ എഴുതാനും വായിക്കാനും അറിവുള്ളവരായിരിക്കണം. SSLC വിജയിക്കാൻ പാടില്ല. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസമുള്ളവരുമായിരിക്കണം. ഉയർന്ന പ്രായപരിധി 46 വയസ്സ് വരെയാണ്. SC/ST വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷം വരെ ഇളവ് ലഭിക്കും. അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഒക്ടോബർ 17 വൈകിട്ട് 5 മണിക്കകം തൃത്താല ICDS ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം.
അറിയിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.